ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് ഞങ്ങളൊരു ഈവനിങ് വ്ളോഗ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 3:30 തൊട്ട് സന്ധ്യാസമയം വരെ ഒരു 7 മണി വരെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഈവനിങ് റൊട്ടീനാണെന്ന് തന്നെ വിചാരിക്കും, ഇങ്ങനെ വിളക്ക് വയ്ക്കുന്നതും പിന്നെ കളിക്കുന്നതും ഒക്കെ. അപ്പോൾ ഇപ്പം ചാരു വന്നിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക്. അപ്പോൾ കുറച്ച് ദിവസം അവളും ഇവിടെ ഉണ്ടാവും താമസിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞങ്ങളുടെ അനിയത്തിയാണ് കേട്ടോ, എൻ്റെ കസിൻ സിസ്റ്ററാണ്, അച്ഛൻ്റെ അനിയൻ്റെ മോളാണ്. പേര് അന്നയ, ഞാൻ 5ലോട്ടാണ്. എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ചാരു. താഴെ ഒരു അനിയത്തിയും കൂടി ഉണ്ട്, പേര് വേദു എന്നാണ്, ശരിക്കുള്ള പേര് അഗ്നയ. അപ്പോൾ അവളും ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടില്ല. അപ്പോൾ ഇവൾ ഇനി കുറച്ച് ദിവസം ഇവിടെ താമസിക്കാനാണ് കേട്ടോ വന്നത്. അപ്പോൾ കുറച്ച് ദിവസത്തിന് വ്ളോഗ്സിലൊക്കെ ഇവളും ഉണ്ടാവും. വൈകുന്നേരം ഒരു 3:30 ആകുമ്പോൾ ഇവർ നടുമുറ്റത്തിൽ വെള്ളം നിറച്ച് കളിക്കാനായിരുന്നു കേട്ടോ പ്ലാന്. അപ്പോൾ വിഷുവിൻ്റെ അന്ന് പൂക്കളൊക്കെ ഇട്ടുണ്ടായിരുന്നു നടുമുറ്റത്തിൽ. അതൊക്കെ ഞാൻ അരിപ്പയും കൊണ്ട് കോരി സെറ്റാക്കി. അപ്പോൾ തറവാട്ടിൽ നിന്ന് ചാരു ട്യൂബൊക്കെ എടുത്ത് കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അബി വീർപ്പിച്ച് അതുകൊണ്ട് കളിക്കായിരുന്നു കേട്ടോ. നടുമുറ്റത്തിൽ ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് പിന്നെ അതിൽ കുറച്ച് നേരം കളിക്കുക, മുങ്ങിക്കിടക്കുക, അതൊക്കെ ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് അങ്ങനെ നാട്ടിൽ വരുമ്പോൾ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. പിന്നെ എനിക്ക് ബോറടിച്ചപ്പോൾ ഞാൻ മുറുക്കൊക്കെ എടുത്ത് കഴിക്കാം, പിന്നെ അവർക്കും വേണമെന്ന് പറഞ്ഞിട്ട് അവർക്കും വാരി കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ ഓരോന്നിങ്ങനെ പറഞ്ഞിരുന്നു, കുറേ ചിരിച്ചു. അപ്പോൾ നാട്ടിൽ വന്നാൽ മാത്രമേ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ. നടുമുറ്റത്തിലാണെങ്കിൽ ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഒക്കെ ഇങ്ങനെ വെള്ളം നിറയ്ക്കും, അതിൽ കുറേ നേരം കളിക്കും, പിന്നെ പോയി കുളിക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെ വെള്ളം നിറഞ്ഞ് കഴിഞ്ഞ ശേഷം അവർ കുറേ പറഞ്ഞു എന്നോട് ഇറങ്ങാൻ. പിന്നെ ഞാൻ മുടിയൊക്കെ കെട്ടി. അപ്പോൾ 2 ക്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ മുടി നനയ്ക്കാൻ തീരുമാനിച്ചു. പിന്നെ വെള്ളം നല്ല തണുപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഫസ്റ്റ് ഒന്ന് കയറി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ഞങ്ങളിങ്ങനെ കുളത്തിലാണെങ്കിലും കുറേ ഇങ്ങനെ ഗെയിംസൊക്കെ കളിക്കും, അതുപോലെ തന്നെ നടുമുറ്റത്തിലാണെങ്കിലും ട്യൂബ് കൊണ്ട് അവരെ പിടിക്കണം, അങ്ങനത്തെ ചെറിയ ഭയങ്കര സില്ലി ആയിട്ടുള്ള ഗെയിംസൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. പുറത്തേക്ക് വെള്ളം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നടുമുറ്റത്തിൻ്റെ ചുറ്റോറും അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ടുള്ളത്. അത് അമ്മേൻ്റെ ഒരു ഐഡിയ ആയിരുന്നു. ഞങ്ങൾ ഈ നടുമുറ്റത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറേ ചിരിച്ചിട്ടോ, നല്ല ഫണ്ണായിരുന്നു, എല്ലാവരും കൂടി അടിപൊളിയായിരുന്നു. പിന്നെ ഇപ്പോൾ അബി ഒരു ഹാക്കാണ് കേട്ടോ ട്രൈ ചെയ്തത്, അത് ഭയങ്കരമായിട്ട് സക്സസ് ആയി. പിന്നെ ഞങ്ങൾ ഒരു 4:30 ആകുമ്പോൾ പിന്നെ കയറിയിട്ടോ. പിന്നെ കുളിച്ചതിന് ശേഷം ഞാൻ നേരെ ഡ്രസ്സിങ് റൂമിലേക്ക് പോയി. വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ക്രീമും പിന്നെ ഒരു പൊട്ടും പിന്നെ ലിപ് ബാം മാത്രമേ തേച്ച് കൊടുക്കാറുള്ളൂ, രാവിലെ അങ്ങനെ തന്നെ. അപ്പോൾ പ്രത്യേകിച്ച് വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല കേട്ടോ. പിന്നീട് ഞാൻ നേരെ തോരയിടാൻ പോയി. രാവിലത്തെയും വൈകുന്നേരത്തെയും ഡ്രസ്സ് ഒരേപോലെ അലക്കിയിട്ടിട്ട് ഒരു ബക്കറ്റിലിടും. പിന്നെ ഒരു 5:30 ആകുമ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിൽ വന്നിട്ട് തോരയിടാറുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്ക് വൈകുന്നേരം ചായ ഞാനാണ് ഉണ്ടാക്കാറ്, അല്ലെങ്കിൽ അമ്മയാണ് കേട്ടോ. അപ്പോൾ രാവിലെ പാല് കഴിഞ്ഞു, അപ്പോൾ വൈകുന്നേരം കട്ടൻ ചായ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കട്ടൻ ചായ ഞാനാണ് കേട്ടോ ഉണ്ടാക്കിയത്. ചായ ആയതിനു ശേഷം ഞങ്ങൾ 3 പേരും കൂടിയും ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ മുറുക്കും പൊരിയായിരുന്നു കേട്ടോ ഇന്നത്തെ ചായക്കടി. പിന്നെ അമ്മമ്മ ഉണ്ടായിരുന്നു, അമ്മമ്മയ്ക്ക് മധുരമില്ലാത്തൊരു ഗ്ലാസ് ചായ കൊടുത്തു. അപ്പോൾ അമ്മ പിന്നീട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ടി വി കണ്ടിട്ടാണ് കേട്ടോ ചായ കുടിക്കാറ്. ഉച്ചയ്ക്കാണെങ്കിലും ചോറ് കഴിക്കുമ്പോൾ ടി വിയാണ് കാണാറ്. പിന്നെ ഒരു 5:30 ശേഷം ഞാൻ വന്നിട്ട് അബീൻ്റെ കൂടെ ബാഡ്മിൻ്റൺ കളിക്കുകയാണ്. ഇടയ്ക്ക് ഉണ്ടാവാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ മൂഡ് വന്നുകൊണ്ട് മാത്രം ഞങ്ങൾ കളിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ അത്ര ചാമ്പ്യൻസ് ഒന്നുമല്ല, എന്നാലും ഇടയ്ക്ക് കളിക്കും. പിന്നെ ചാരു ഇറങ്ങിയപ്പോൾ ഞാനും അമ്മയും അവിടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. പിന്നെ ഒരു 6:15 ആകുമ്പോൾ പിന്നെ ഞാൻ വിളക്ക് വെച്ചു. വൈകുന്നേര സമയത്ത് ഞാനാണ് കേട്ടോ വിളക്ക് വെക്കുന്നത്, രാവിലെ അമ്മയും. പിന്നെ വൈകുന്നേരം ഞങ്ങൾ വിളക്ക് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നാമം ജപിക്കും. അപ്പോൾ അബി എന്തോ ഒരു കോമഡി വന്നിട്ട് ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫൈറ്റ് വെച്ചിട്ട് ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. ബൈ.